യുക്രൈൻ യുദ്ധകാലത്തിൽ നിന്നും ഇപ്പോൾ വരുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. റഷ്യയുമായി വർഷങ്ങളായി പോരാടുന്ന യുക്രൈനെ താങ്ങി നിർത്താൻ യൂറോപ്യൻ യൂണിയൻ $105 ബില്യൺ ഏകദേശം 90 ബില്യൺ യൂറോയുടെ വായ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. റഷ്യയുടെ മരവിപ്പിച്ച പണമെടുത്ത് യുക്രൈന് നൽകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. എന്നാൽ അവസാന നിമിഷം ആ പ്ലാൻ പാളി. ഇനി ഇത് വെറും ഒരു വായ്പയല്ല, മറിച്ച് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു നീക്കമാണ്. എന്താണ് ഈ $105 ബില്യൺ ഡീൽ? പുടിൻ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക വരുന്നത്? പരിശോധിക്കാം. ആദ്യ ചോദ്യം ഇതാണ്: എന്താണ് ഈ $105 ബില്യൺ പാക്കേജ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. വരാനിരിക്കുന്ന 2026-2027 വർഷങ്ങളിലായി യുക്രൈനിന് സുഗമമായി മുന്നോട്ട് പോകാനും സാമ്പത്തികവും സൈനികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് ഈ പണം ഉപയോഗിക്കുക. നിലവിൽ യുക്രൈൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. IMF കണക്ക് പ്രകാരം അടുത്ത 2 വർഷം യുക്രൈന് ഏകദേശം $160 ബില്യൺ എങ്കിലും ആവശ്യമാണ്. ഇതിൽ $105 ബില്യൺ നൽകി തങ്ങൾ യുക്രൈനൊപ്പമുണ്ടെന്ന് യൂറോപ്പ് തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധം കാരണം തകർന്നുപോയ യുക്രൈൻ ഇക്കണോമിക്ക് ഇതൊരു വലിയ ലൈഫ് ലൈൻ തന്നെയാണ്. ഇനി ഈ പണത്തിന് അല്ലെങ്കിൽ ഈ വായ്പയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് പലിശയില്ലാത്ത വായ്പയാണ്. ഭാവിയിൽ റഷ്യ നൽകേണ്ടി വരുന്ന യുദ്ധ നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ കടം വീട്ടാമെന്നാണ് യൂറോപ്പിന്റെ കണക്കുകൂട്ടൽ. അടുത്തത്, റഷ്യൻ സ്വത്ത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങളാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. റഷ്യയുടെ ഏകദേശം $300 ബില്യൺ ആസ്തികൾ ലോകമെമ്പാടുമായി മരവിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ സിംഹഭാഗവും ബെൽജിയത്തിലെ യൂറോക്ലിയർ എന്ന ബാങ്കിംഗ് സ്ഥാപനത്തിലാണ്. ഈ പണം ഉപയോഗിച്ച് യുക്രൈന് വായ്പ നൽകാനായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ തലവൻ ഉർസുല വോൺ ഡെർ ലെയൻ ആദ്യം ആഗ്രഹിച്ചത്. എന്നാൽ അവസാന നിമിഷം ആ തീരുമാനം മാറ്റിവെച്ചു. ബെൽജിയത്തെ പോലുള്ള രാജ്യങ്ങൾ ആ തീരുമാനത്തെ എതിർത്തു. റഷ്യ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും യൂറോപ്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ വിശ്വാസ്യത തകരുമെന്ന പേടിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വീവർ ഉന്നയിച്ചു. റഷ്യയുടെ പണം അനുവാദമില്ലാതെ എടുത്താൽ അത് വലിയ ലീഗൽ റിസ്കുകൾക്കും ആഗോള ബാങ്കിംഗ് തകർച്ചയ്ക്കും കാരണമാകുമെന്ന ഭയമാണ് യൂറോപ്പിനെ പിന്നോട്ട് വലിച്ചത് എന്ന് സാരം. പകരം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ സ്വന്തം ബജറ്റും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള കടമെടുപ്പും വഴിയാണ് ഈ $105 ബില്യൺ കണ്ടെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തുക, ഈ ഒരു ലോണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്, അതായത് പലിശയില്ലാത്ത ലോണാണ് എന്നതാണ്. അതായത് യുക്രൈൻ ഇതിന് പലിശ നൽകേണ്ടി വരില്ല. യുദ്ധത്തിന് ശേഷം റഷ്യ യുക്രൈന് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ വായ്പ തിരിച്ചടയ്ക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെഴ്സ് പറഞ്ഞത് ഈ വായ്പ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് എന്നാണ്. ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ യുക്രൈനെ കൈവിടില്ല എന്ന സന്ദേശമാണ് യൂറോപ്പ് മുഴുവനായി നൽകുന്നത്. ഹംഗറിയും സ്ലോവാക്കിയയും പോലുള്ള രാജ്യങ്ങൾ ആദ്യം ഇതിനെ എതിർത്തുവെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്കും ഈ തീരുമാനത്തോട് യോജിക്കേണ്ടി വരികയായിരുന്നു. ഈ $105 ബില്യൺ വരുന്നത് പുടിനുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ്. യുക്രൈൻ സാമ്പത്തികമായി തകരുമെന്നായിരുന്നു പുടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ യൂറോപ്പിന്റെ ഈ വൻ സഹായം യുക്രൈനെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സഹായിക്കും. ജർമ്മൻ ചാൻസലർ പറഞ്ഞതുപോലെ യുക്രൈനെ ഞങ്ങൾ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇത് ലോക വിപണിയിൽ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷനും അതുപോലെ ഒരു ഇംബാലൻസിനും കാരണമാകുമോ എന്ന് കണ്ടറിയണം. യുക്രൈനെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസമാണ്, വലിയ ജീവശ്വാസമാണ്. പണം കിട്ടിയില്ല എങ്കിൽ യുക്രൈൻ പാപ്പരാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ പുതിയ പാക്കേജ് വഴി അടുത്ത 2 വർഷത്തേക്കെങ്കിലും യുക്രൈന് സമാധാനമായി യുദ്ധം തുടരാനും രാജ്യം ഭരിക്കാനും സാധിക്കും. പക്ഷേ റഷ്യൻ സ്വത്ത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യൂറോപ്പ് ഇനിയും ആഴത്തിൽ ചർച്ചകൾ നടത്തേണ്ടി വരും. ഈ വൻ തുക നൽകുന്നതിലൂടെ യൂറോപ്പ് സ്വയം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമോ എന്നൊക്കെ ഇനി കാണേണ്ടിയിരിക്കുന്നു.